പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം തലമുറയ്ക്ക് വേണ്ടി കരയുന്ന ഒരു പിതാവ്. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ ഇങ്ങനെയാണ്: അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്നു അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രലോകം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായിരിക്കുന്നു. മത്തായി സുവിശേഷം എഴുതപ്പെട്ടത് ചുങ്കക്കാരനായ മത്തായിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു ചുങ്കക്കാരനായ മത്തായി. ചുങ്കം പിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു ജോലിയുടെ പദവിയിലിരുന്ന ഒരു വ്യക്തിയാണ് മത്തായി, അതായത് ചുങ്കക്കാരൻ. നമുക്ക് തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ റോമർ ഗവൺമെന്റിന്റെ കീഴിൽ നികുതി പിരിക്കുന്നവനായിരുന്ന അൽഫയുടെ മകനായ മത്തായിയെ യേശുവിൻ്റെ ശിഷ്യനായിട്ട് വിളിച്ചു. ലൂക്കോസ് സുവിശേഷം 5:27, അപ്പോസ്തലപ്രവൃത്തി 1:13, അതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ മത്തായിയുടെ പേര് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ റോമൻ ഗവൺമെന്റിന്റെ കീഴിൽ അധികാരത്തിൽ ചുങ്കം പിരിക്കുന്ന ഒരു അധികാരിയായി, ഒരു ജീവനക്കാരനായിരുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് യേശുവിനെ കണ്ടെത്തുകയും കണ്ടുമുട്ടുകയും ദൈവസ്നേഹം ഈ മത്തായിയുടെ ജീവിതത്തിലേക്ക്, ഈ ശിഷ്യനിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ദൈവത്തിനു വേണ്ടി തന്നെ വേർതിരിക്കപ്പെടുന്നു. അദ്ദേഹമാണ് ഈ മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത്. AD 58-68 കാലഘട്ടത്തിലാണ് പാലസ്തീനിലെ സിറിയയിലെ അന്തോക്യയിൽ വെച്ചാണ് ഈ മത്തായി സുവിശേഷം എഴുതപ്പെട്ടത്. ഇതിൻ്റെ എഴുത്തുകാരൻ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ചുങ്കക്കാരൻ പിന്നീട് യേശുവിൻ്റെ ശിഷ്യനുമായിരുന്ന മത്തായി എന്ന് പറയുന്ന ഒരു ദൈവഭക്തനാണ് മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത്. ഇതിൽ താൻ കണ്ടതും അനുഭവിച്ചതും യേശുവിൽ നിന്നും മനസ്സിലാക്കിയതും യേശുവിൽ നിന്നുള്ള അത്ഭുതങ്ങളും കണ്ടും കേട്ടും അനുഭവിച്ചും യേശുവിനോടുകൂടെ സഞ്ചരിച്ച ഒരു ഭക്തനാണ് ഈ ശിഷ്യനായിരിക്കുന്ന മത്തായി. അങ്ങനെ യേശുവിൻ്റെ കാലഘട്ടങ്ങളിൽ യേശുവിനോട് അടുക്കൽ വന്ന് നിലവിളിക്കുന്ന അപ്പന്മാർ, അമ്മമാർ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, വാർദ്ധക്യമുള്ളവർ, ഇവരെല്ലാം സൗഖ്യമാകുന്നത്, വ്യത്യസ്ത രീതിയിലുള്ള രോഗികൾ സൗഖ്യമാകുന്നത് ഈ ശിഷ്യൻ കണ്ണുകൊണ്ട് കണ്ടതായ, അനുഭവിച്ചതായ ഒത്തിരി അനുഭവങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ താൻ എഴുതി മത്തായി സുവിശേഷം എഴുതുമ്പോൾ അതിൽ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്ന, അതായത് തലമുറയ്ക്ക് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി, തലമുറയുടെ സൗഖ്യത്തിന് വേണ്ടി നിലവിളിച്ചുകൊണ്ട് ദൈവസനിൽ, അതായത് യേശുവിൻ്റെ അടുക്കൽ വന്ന് നിലവിളിക്കുന്ന ഒരു പിതാവിനെയാണ് ഈ ഭാഗത്ത് ഈ ദൈവഭക്തൻ യേശുവിൻ്റെ ശിഷ്യനായ മത്തായി വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ ആ സുവിശേഷ ഭാഗം നമ്മൾ നോക്കുമ്പോൾ 17-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി. അപ്പോൾ പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന യേശുവിൻ്റെ അടുക്കൽ ഒരു പിതാവ് വന്ന് യേശുവിൻ്റെ അടുക്കൽ വരുന്നത് മുട്ടുകുത്തുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഏതൊരു വിഷയത്തിൻ്റെ തലമുറയുടെ വിഷയങ്ങളും നീ ദൈവസന്നിധിച്ചെന്ന് മുട്ടുമടക്കി ദൈവത്തോടുകൂടെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നിനക്കു വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അപ്പോൾ ഈ പിതാവ് ചെന്ന് യേശുവിനെ കണ്ടതും യേശുവിൻ്റെ അടുക്കൽ പോയി തൻ്റെ മകൻ്റെതായ വിഷയം പറഞ്ഞ് സംസാരിച്ച് മകന്
ഒരു സൗഖ്യം ലഭിക്കുവാൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് നിലവിളിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്നതും ഈ മനുഷ്യൻ മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായിരിക്കുന്നു. ഈ പിതാവിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചാൽ, തൻ്റെ മകൻ ഒരു വിടുതൽ ആവശ്യമാണ്. യേശുവിൻ്റെ അടുക്കൽ ഓടി വരുന്നതായ ഈ പിതാവ് ഓടി വന്നിട്ട് ഒന്നാമതായി മുട്ടുകുത്തുകയാണ്. അതിനുശേഷം കർത്താവേ എന്ന് നിലവിളിക്കുകയാണ്. അതിനുശേഷം തൻ്റെ മകൻ്റെ രോഗം എന്താണെന്ന് പറയുന്നു. എൻ്റെ കുഞ്ഞിനെ ചന്ദ്രരോഗത്താൽ ബന്ധിക്കപ്പെട്ട് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണ് പിടയുകയാണ്. എൻ്റെ കുഞ്ഞിനൊരു സൗഖ്യം ആവശ്യമാണ്. ഇവിടെ ചന്ദ്രരോഗം എന്ന് പറയുമ്പോൾ തിരുവചനങ്ങളിൽ മത്തായി സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും, മാർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ, ഇതിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ അതിൽ ഈ പിതാവ് പറയുകയാണ്, എൻ്റെ മകന് ചന്ദ്രരോഗം, അതായത് ഈ രോഗം ചന്ദ്രന്റെ ആകർഷണത്താൽ ഉണ്ടാകുന്നതായി യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഈ ചന്ദ്രരോഗം എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്, അതായത് ഈ ചന്ദ്രന്റെ ആകർഷണത്താലാണ് ഇത് ഉണ്ടാകുന്നു എന്ന് യഹൂദന്മാർ അങ്ങനെ വിശ്വസിച്ചിരുന്നു എന്നാണ് തിരുവചന പണ്ഡിതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഇത്തരം രോഗികൾ പ്രത്യേക വിക്രിയകൾ ചെയ്യുന്ന പതിവാണ്. അതായത് ഇങ്ങനെയുള്ള ഈ ചന്ദ്രരോഗം പിടിച്ചിരിക്കുന്ന വ്യക്തികൾ പ്രത്യേകമായ സ്വഭാവ രീതികൾ, വിക്രിയകൾ, പ്രവൃത്തികൾ അവർ ചെയ്യപ്പെടുന്നു എന്നാണ്. അതുമാത്രമല്ല, എന്നാൽ ഈ രോഗം അവർ വിശ്വസിച്ചിരിക്കുന്നത് സാത്താന്റെ പ്രവർത്തനത്തിലാണ്. അപ്പോൾ തിരുവചനം നമ്മൾ നോക്കുമ്പോൾ, ഈ രോഗത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, സാത്താന്റെ പ്രവർത്തനത്തിലാണ് ഈ രോഗം ഉണ്ടാകുന്നെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു എന്നാണ്. അപ്പോൾ ഈ ചന്ദ്രരോഗം എന്ന് പറയുന്ന രോഗം സാത്താന്റെ ആകർഷണത്താൽ, ഒരു പൈശാചികമായ മണ്ഡലത്താൽ ഉണ്ടാകുന്ന ഒരു രോഗമെന്ന് തിരുവചന ഏടുകളിൽ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, ഈ രോഗം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ചന്ദ്രരോഗം, അതായത് നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഈ ചന്ദ്രരോഗം എന്ന് പറഞ്ഞാൽ ചുഴലി എന്നാണ് അത് പറയുന്നത്. അതായത് ഷിപ്പുല എന്ന വാക്കാണ്, ഷിപ്പുഹ എന്ന വാക്കാണ് ഇതിന് പറയുന്നത്. മറ്റൊന്ന് എന്ന സാത്താന്റെ, അതായത് ഷിപ്പുഹ എന്ന സാത്താന്റെ പ്രവർത്തനത്താൽ ഈ രോഗം ഉണ്ടാകപ്പെടുന്നു കുഞ്ഞുങ്ങളിൽ. മറ്റൊരു വാക്ക് പറയുന്നത് കോർഡിസ് എന്ന് പറയുന്ന, അതായത് ഈ സാത്താന്റെ പ്രവർത്തനത്താലും മുതിർന്നവരുണ്ടാകുന്ന രോഗം കോർഡിസ് എന്ന സാത്താനാലും ഉണ്ടാകുന്നു എന്നാണ് ഇസ്രായേലർ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നതും മുതിർന്നവരിൽ, അതായത് ചുഴലി എന്ന് പറയുന്ന, ചന്ദ്രരോഗം എന്ന് പറയുന്ന രോഗം കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള സാത്താന്റെ ക്രിയകളാലാണ് എന്നാണ് അന്നത്തെ ഇസ്രായേലരുടെ വിശ്വാസം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഏത് രോഗാവസ്ഥയിലായിരുന്നാലും നീ യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയാൽ സർവശക്തനായ കർത്താവ് രോഗത്തിൽ നിന്നും നമുക്ക് സൗഖ്യം തരും. ഇവിടെ ഈ പിതാവ് വന്ന് വ്യക്തതയോടുകൂടെ താനിതാ യേശുവിനോട് തുറന്നു പറയുകയാണ്, എൻ്റെ മകന് ചന്ദ്രരോഗം, അതായത് ചുഴലി രോഗം ബന്ധിക്കപ്പെട്ടവനായി പലപ്പോഴും തീയിലും വെള്ളത്തിലും. അപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ വ്യക്തി തീയിലോട്ട് വീഴും, പിടഞ്ഞു വീഴും. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ വ്യക്തി വെള്ളത്തിൽ വീഴും.
ഞാനിങ്ങനെ കേട്ടതാണ്, ഒരിക്കൽ ഒരു ദേശത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യതയിൽ ചേർക്കപ്പെട്ട ഒരു പിതാവ് തൻ്റെ മരണം സംഭവിക്കുന്നത് തനിക്കിങ്ങനെ ഒരു ചുഴലി രോഗമുണ്ടായിരുന്നു എന്നാണ്. താൻ വിവാഹം കഴിഞ്ഞ് ഒത്തിരി പ്രായമായി, താൻ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ചുഴലി രോഗം വരികയും പിടഞ്ഞ് ആ വയലിൽ തന്നെ ചെളിയിൽ വീണ് ചെളിയും വെള്ളവും തൻ്റെ മൂക്കിലൂടെ ശ്വാസത്തിലൂടെ കയറി. കാരണം പിടഞ്ഞ് അവിടെ ആരുമില്ലായിരുന്നു, രക്ഷിക്കാൻ അവിടെ ആരും കണ്ടില്ല. ഇങ്ങനെ ഒരവസ്ഥ ആരും കാണാത്ത മേഖലയിൽ സംഭവിക്കപ്പെട്ടു. അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടു. അപ്പോൾ ഈ രോഗത്തിൻ്റെ സീരിയസ് നമ്മൾ മനസ്സിലാക്കണം. എപ്പോൾ എവിടെ വെച്ചാണ് ഈ രോഗമുണ്ടാകുന്നെന്ന് പറയാൻ കഴിയില്ല. അതാണ് ഈ പിതാവ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, ചുഴലി രോഗത്താൽ എൻ്റെ കുഞ്ഞ് ഭാരപ്പെടുന്നു, തീയിലും വെള്ളത്തിലും പെട്ടെന്ന് പിടഞ്ഞു വീഴുന്നു, എൻ്റെ കുഞ്ഞിന് സൗഖ്യം വേണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഈ പറയുന്ന വിഷയം ഒരു പിതാവ് ഒരു മകൻ്റെ വിഷയമായി ദൈവസന്നിധിയിൽ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പേരൻസിനോട്, കുടുംബത്തിൽ ഒരു പിതാവെന്ന ഉത്തരവാദിത്വമുള്ള ഒരു പിതാവിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുകയാണ്. നിന്റെ ഭവനത്തിനകത്ത് നിന്റെ മകനോ മകൾക്കോ ഒരു പിതാവ് ദൈവസന്നിധിയിൽ ചെന്ന് ഉള്ള അവസ്ഥ ഉള്ളതുപോലെ ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടുകുത്തി ആ കുഞ്ഞിന് വേണ്ടി, ആ മകന് വേണ്ടി ദൈവകരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. ഈ തിരുവചനം ഞാൻ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിൽ അകത്തുള്ള പിതാക്കന്മാരോട്, ഈ ശബ്ദം കേൾക്കുന്ന പിതാക്കന്മാരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ആൺ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു അമ്മയ്ക്ക് മാത്രമല്ല ഒരു പിതാവിനും ഉത്തരവാദിത്വമുണ്ട്. കാരണം കുടുംബത്തിൽ മേലായിരിക്കുന്ന, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, ഒരു കുടുംബത്തിനകത്ത് തലമുറയുടെ വിഷയങ്ങൾ വരുമ്പോൾ ഒരു മാതാവിന് മാത്രമല്ല പ്രാർത്ഥിക്കുവാനും ഉത്തരവാദിത്തമുള്ളത്, മറിച്ച് ഒരു പിതാവിനും തലമുറയുടെ വിഷയത്തിന് വേണ്ടി കരയുവാനും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ആ വിഷയം ദൈവസന്നിധി കൊണ്ടുചെന്ന് മുട്ടുകുത്തി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും സർവശക്തനായ ദൈവം നിങ്ങളുടെ കുടുംബത്തിൻ്റെ തലമുറ, അതായത് യൗവനക്കാർ, ആൺകുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ഭവനത്തിൽ നിന്നും എത്ര തന്നെ ദൈവസന്നിധി വിട്ട് അകന്നു പോയാലും, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാലും, ഏതെങ്കിലും രോഗങ്ങളിൽ ഭാരപ്പെട്ടാലും, ഒരു പിതാവ് ദൈവത്തോട് ചെന്ന് തുറന്ന് ദൈവസന്നിധിയിൽ ഉള്ള അവസ്ഥ ഉള്ളതുപോലെ തുറന്ന് സംസാരിച്ച് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരം ആ കുഞ്ഞിന്മേൽ ഇറങ്ങി വരും. ഈ പിതാവ് ചെന്ന് പറയുകയാണ്, എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ഭാരപ്പെടുകയാണ്, ഗുരു എൻ്റെ കുഞ്ഞിന് സൗഖ്യം വേണം. യേശു ആ മകന്മേൽ വ്യാപരിച്ചിരുന്ന ആ രോഗത്താൽ, ചുഴലിയാൽ ബന്ധിക്കപ്പെട്ട് ഇവനെ നശിപ്പിക്കാൻ അവനിൽ കയറിക്കൂടിയ ആ പൈശാചിക ശക്തിയോട് പറഞ്ഞു, ഈ ദുരാത്മാവിൻ്റെ ശക്തി ഇവനെ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ഈ വാക്കു പറയുന്നതും ഈ കുഞ്ഞിൽ നിന്നും ഈ ദുരാത്മാവ്, അതായത് ചുഴലി എന്ന രോഗത്താൽ വെള്ളത്തിലും തീയിലും ഇട്ട് പിടപ്പിച്ച് നശിപ്പിക്കാൻ നോക്കുന്ന ഈ രോഗത്തിൻ്റെ ദുരാത്മാവ് ഈ യൗവനക്കാരിൽ നിന്നും വിട്ടുപോയി അവൻ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിട്ടുവയ്ക്കുവാനിടയായി. ഈ ദൂത് പറയുമ്പോൾ കുടുംബത്തിനകത്തുള്ള പിതാക്കന്മാരോടും മാതാക്കന്മാരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് ആൺകുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ പെൺകുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ, നീ ദൈവസന്നിധിയിൽ ചെന്ന് കണ്ണുനീരോടെ കരയുവാനും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ വിഷയം നീ ദൈവകരങ്ങൾ കൊടുത്താൽ ഒരു ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തിൻ്റെ ആത്മാവിന്റെ സ്പർശനമുണ്ടായി. ആ കുഞ്ഞ് ഏത് രോഗാവസ്ഥയിലാണോ, ലോകത്തിന്റെ ലഹരിയാണോ, ഏത് മേഖലയിലാണ് ആ പൈശാചിക മണ്ഡലം ആ കുഞ്ഞിനെ ബന്ധിച്ചു വെച്ചിരിക്കുന്നു, ആ പൈശാചിക ശക്തികൾ, ആ രോഗത്തിന്റെ മണ്ഡലം ആ കുഞ്ഞിൽ നിന്നും എന്നേക്കുമായി അഴിഞ്ഞു പോകും. എന്നെ കേൾക്കുന്ന ഏതോ കുടുംബത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ തലമുറയുടെ വിഷയം മനുഷ്യന്റെ മുമ്പിൽ നീ മറച്ചു പിടിച്ചാലും
കർത്താവിൻ്റെ സന്നിധി മറച്ചു പിടിക്കരുത്. ഇവിടെ പിതാവ് തൻ്റെ തലമുറയുടെ വിഷയം ചെന്ന് കർത്താവിനോട് വ്യക്തമായിട്ടും എന്താണ് ഈ കുഞ്ഞിൻ്റെ പ്രശ്നമെന്ന് തുറന്ന് സംസാരിക്കുകയാണ്. അതിനർത്ഥം നിങ്ങളുടെ തലമുറയുടെ വിഷയം നിങ്ങൾക്ക് പുറത്തു പറയാൻ കഴിയാത്തതായിരിക്കും. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ആൺ സന്താനമുണ്ടെങ്കിൽ, ആമേൻ, ഒരാൺകുട്ടിയാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നുവെങ്കിൽ ആ കുഞ്ഞിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ചില പീഡനങ്ങളും മാനസികപരമായി നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ആ കുഞ്ഞിനെ പൈശാചിക മണ്ഡലം ബന്ധിച്ച് ഒരുപക്ഷെ രോഗാവസ്ഥയല്ലായിരിക്കാം, ലോകത്തിൻ്റെ മോഹങ്ങൾ ഇറങ്ങിപ്പോകുന്ന, ആരാധനയ്ക്ക് വരത്തില്ല, പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, വിശ്വാസമില്ല, ദൈവത്തെ അറിഞ്ഞിട്ട് ഒരു പിന്മാറ്റക്കാരനായ കുഞ്ഞാണോ മകനാണോ നിങ്ങളുടെ ഭവനത്തിലുള്ളത്, ആമേ, ഉള്ള അവസ്ഥ കുഞ്ഞിന്മേൽ ഒരു കുറവുമില്ല, അവൻ പിന്നെ ശരിയായിക്കൊള്ളും എന്നല്ല ദൈവസന്നി പറയേണ്ടത്. നീ ദൈവസന്നി ചെന്ന് ദൈവത്തോട് പറയണം, എൻ്റെ കുഞ്ഞിന് ബലഹീനയുണ്ട്, എൻ്റെ കുഞ്ഞിന് കുറവുണ്ട്, ഇപ്പോൾ ഒരു പിന്മാറ്റക്കാരനാണ്, ദൈവ പൈതലായിരുന്നു, അവിശ്വാസത്തോട്ട് പോകുകയാണ്, അവൻ ഇങ്ങനെ ഒരു രോഗമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശീലമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുർശീലമുണ്ട്. കർത്താവേ, ഈ വിഷയത്തെ ഞാൻ നിന്റെ കരത്തിൽ തരുന്നു. എൻ്റെ കുഞ്ഞിനെ പരിശുദ്ധാത്മാവ് സ്പർശിക്കണം, ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നീ ദൈവസന്നി കുഞ്ഞിൻ്റെ കുറവുകളെ ദൈവസന്നി മറച്ചു പിടിക്കാതെ അതിനെ തുറന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരം നിന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ, മകന്റെ വിഷയത്തിന്മേൽ വെളിപ്പെട്ടു വരും. പരിശുദ്ധാത്മാവ് ആരോടോ പ്രവചിക്കുകയാണ്. നിങ്ങളുടെ തലമുറയിന്മേൽ ഒരു ബലഹീനയുണ്ടെങ്കിൽ നീ മനുഷ്യനോട് പറയാൻ പോകേണ്ട, നീ അത് ദൈവസന്നിധിച്ചെന്ന് തുറന്ന് സംസാരിക്ക്. കർത്താവ് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് വിടുതൽ കൊടുക്കും. നിങ്ങളുടെ തലമുറ വാഗ്ദത്തമുള്ള തലമുറയാണ്. ഒരാൺകുഞ്ഞിനെയാണോ ദൈവം തന്നിരിക്കുന്നത്, അത് അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ്, വാഗ്ദത്ത സന്തതിയാണ്. ആ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും പ്രവചനങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ആ തലമുറയെക്കുറിച്ച് ഏതെങ്കിലും ഒരു പ്രവചനമെങ്കിലും ആമേ ദൈവം നിങ്ങൾക്ക് നൽകിയെങ്കിൽ ആ കുഞ്ഞിനെ നോക്കി നീ പ്രവചിക്ക്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഒരു ദിവസം ആ തലമുറയുമേൽ ഇറങ്ങി വരും. ആമേൻ. ദൈവസന്നിധി നിങ്ങൾ കൊടുക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ തലമുറയെ നോക്കി നീ നിലവിളിക്കുന്നുണ്ടോ? തലമുറയുടെ വിഷയത്തിലാണോ നീ ഭാരപ്പെടുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് ഒരു യൗവനക്കാരന് വേണ്ടി ദൈവസന്നിധി ചെന്ന് നിലവിളിക്കുന്ന ഒരു പിതാവിൻ്റെ നിലവിളിയാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന കുടുംബത്തിലെ പേരൻസായി എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ തലമുറയുടെ വിഷയം ഏത് സ്ഥിതിയിലുള്ള വിഷയമായിരുന്നാലും നീ ദൈവസന്നി കൊടുക്ക. ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ, ആ മകൻ്റെ ജീവിതത്തിൽ, ആ മകളുടെ ജീവിതത്തിൽ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒറ്റ കാര്യം, ദൈവസന്നിധിയിൽ തലമുറയുടെ കുറവുകളെ മറച്ചു പിടിച്ച് പ്രാർത്ഥിക്കരുത്. ദൈവസന്നിധിയിൽ നിന്റെ തലമുറയുടെ വിഷയത്തിൻ്റെ തെറ്റുകൾ തുറന്ന് സംസാരിക്കണം. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരികയില്ല, അതേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. തലമുറയുടെ ജീവിതത്തിൽ ഒരു വീക്ക്നെസ് ഉണ്ട്, ഒരു തെറ്റുണ്ട്. അത് ദൈവസന്നിധിയിൽ പേരൻസ് ആയിരിക്കുന്ന മാതാപിതാക്കൾ തുറന്നു പറയണം. ഈ പിതാവ് തുറന്നു പറഞ്ഞ് യേശുവിനോട് കുഞ്ഞിൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു സൗഖ്യം ചോദിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ തലമുറയോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നവരാണോ? നിന്റെ തലമുറയുടെ വിഷയം എന്താണ്? എന്തായിക്കൊള്ളട്ടെ, അനുസരണക്കേടിൻ്റെ ദുരാത്മാവാണോ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്നത്? ആലയത്തിൽ ഇപ്പോൾ വരുന്നില്ലയോ? പിന്മാറ്റമാണോ? ആരംഭത്തിൽ ദൈവസ്നേഹത്തിൽ നിന്ന ഒരു തലമുറയാണോ? യൗവനക്കാരനാണോ? ഇപ്പോൾ ലോകപരമായി കൂട്ടുകാരോട് പോവുകയാണോ? ദൈവസ്നേഹം അവന് നഷ്ടപ്പെട്ടു പോയി. അവൻ ലഹരി ഉപയോഗിക്കുന്നവനാണോ? സിഗരറ്റ് ഉപയോഗിക്കുന്നവനാണോ? ലോകപ്രകാരം ലൗകിക ജീവിതങ്ങൾ ജീവിക്കുന്നവനാണോ? നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ മകൻ്റെ കുറവെന്താണ്? ദൈവസന്നിധി ചെന്ന് തുറന്നു പറ. മറ്റുള്ളവരോട് നീ സംസാരിക്കാതെ സർവശക്തനായ ദൈവത്തോട് നീ തുറന്നു പറയേ. ആ കുഞ്ഞിനെ പരിശുദ്ധാത്മാവ് സ്പർശിക്കും. ആ കുഞ്ഞിനെ വാഗ്ദത്തത്തിലേക്ക് പരിശുദ്ധാൻ മടക്കിക്കൊണ്ടുവരും. എന്നാൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല,
നമ്മുടെ സഭയിലുള്ള തലമുറകൾ, ദേശത്തിലെ തലമുറകൾ, ഇങ്ങനെ ഭാരപ്പെടുന്ന നിയോഗിക്കപ്പെട്ട ദൈവശബ്ദമുള്ള ദൈവനിയോഗമുള്ള തലമുറകൾ ഇപ്പോൾ ആദ്യ സ്നേഹത്തിൽ നിന്നും പിന്തിരിഞ്ഞൊരു പിന്മാറ്റക്കാരിയായിട്ട് പോകുന്ന നിങ്ങൾ കാണുകയാണോ? ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നാളെയുടെ വാഗ്ദാനമാണ് ഈ തലമുറകൾ. അടുത്ത ഉണർവിനുള്ളവരാണ് ഈ തലമുറകൾ. വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ് പൈശാചിക മണ്ഡലം അവരെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും വാഗ്ദത്തമുള്ള തലമുറ ലോകത്തിലേക്ക് പോയെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അതുമാത്രമല്ല, നിങ്ങളുടെ തലമുറകൾ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ പറ, കർത്താവേ, ദൈവത്തിൻ്റെ നാമം പ്രത്യക്ഷമായ ഒരു അടയാളം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുത സൗഖ്യം യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു. ഈ കുഞ്ഞുമേൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യം വെളിപ്പെടുവാൻ ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ജീവനുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളുമേ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. അപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കൂ. പ്രിയ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ഈ ശബ്ദം കേൾക്കുന്ന കുടുംബത്തിലെ തലമുറകളെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. അവരെ കുടുംബത്തിൽ തലമുറകളായ ആൺകുഞ്ഞുങ്ങളോ പെൺകുഞ്ഞുങ്ങളോ ദൈവനിയോഗമില്ലാത്ത വഴികളിലോ ദൈവിക ഇഷ്ടമില്ലാതെ ദൈവസ്നേഹത്തിൽ അകന്നുപോയോ, രോഗങ്ങളിൽ ഭാരപ്പെടുന്നുണ്ടോ, ആ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ അഡിക്ഷനുകൾ മാറിപ്പോകട്ടെ, ലഹരി ഉപയോഗിക്കുന്നത് മാറിപ്പോകട്ടെ, പിന്മാറ്റത്തിൻ്റെ അവസ്ഥകൾ മാറി ദൈവസ്നേഹം അവരെ ഹൃദയത്തിലേക്ക് വരട്ടെ. ഒരു മാനസാന്തരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വാഗ്ദത്തത്തിലേക്ക് അവർ വരട്ടെ. നാളെയുടെ വാഗ്ദാനമായ തലമുറകൾ ഒരു ഉണർവിന് വേണ്ടി അവർ വേർതിരിക്കപ്പെടട്ടെ. ഇവർ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെടട്ടെ. അഭിഷേകത്തിൻ്റെ നിറവുകൾ തലമുറയെ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.